നാം ആഗ്രഹിക്കുന്ന കൂലി അത് നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് ഓർമ്മയ്ക്ക് വേണ്ടി, ഞാൻ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളെ ആരെയും ഉപദേശിക്കുകയല്ല, എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങളും ആ കാര്യം ശ്രദ്ധിച്ചാൽ നന്ദി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. റഹ്മാനെ, ഞങ്ങളുടെ മനസ്സ് നീ നന്നാക്കി തരണേ റഹ്മാനെ, ഞങ്ങളുടെ നിയ്യത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. നിയ്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കാനുള്ളതാണ്. ഒരു ഉറൂസ് നടത്തിയത് കൊണ്ട് മാത്രം മരിക്കുമ്പോൾ രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിയ്യത്തില്ലാതെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നാം ഇന്ന് നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട സാദുബി ഉസ്താദ് ഇവിടെ ഓർമ്മപ്പെടുത്തി, ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ മദ്ഹിലേക്ക് ഞാൻ കടക്കുകയല്ല. അവിടുന്ന് അല്ലാഹുവിനോട് ഒരു കാര്യം പറഞ്ഞു, റബ്ബേ, എപ്പോഴാണെങ്കിലും ഞാൻ മരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷെ ഞാൻ മരിക്കുമ്പോൾ എന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അസ്രായീലിനെ നീ ഏൽപ്പിക്കരുത് റബ്ബേ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റബ്ബിനോട് പറയുന്നു, എന്റെ റൂഹിനെ പിടിക്കാൻ അസ്രായീലിനെ നീ ഏൽപ്പിക്കരുത്. അസ്രായീൽ റൂഹിനെ പിടിക്കുമ്പോൾ വളരെ കഠോരമായ നിലയിലാണ് റൂഹിനെ പിടിക്കാറുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അല്ലാഹുവിനോട് പറയുകയാണ്. അവിടുത്തെ മർത്തബ നാം പറയേണ്ടതില്ലല്ലോ. കളവ് പറയല്ല എന്നും ചെന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്നി കൊടുത്തോവർ ഉസ്താദ് ഇവിടെ ഓർമ്മിപ്പിച്ചു. ഞാൻ അതിലേക്ക് തന്നെ കടക്കുകയല്ല. എന്താണിത് പറയാനുണ്ടായ കാരണം എന്നറിയുമോ? അതിനോടനുബന്ധിച്ച് ഉസ്താദ് പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികൾ നന്നാകണമെങ്കിൽ, നമ്മുടെ രക്ഷിതാക്കളുടെ നിർദ്ദേശം അനുസരിക്കണമെങ്കിൽ, നാം കൂട്ടുകൂടുന്നത് നന്നാകണമെങ്കിൽ ഈ ചരിത്രം എടുത്തിവിടെ ഉദ്ധരിച്ചില്ലേ? ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു കൊള്ളക്കാര് വരുന്നു, അവരോട് ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്താണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞു, എന്റെ കയ്യിൽ ദിർഹമുകളുണ്ട്, എന്റെ കയ്യിൽ ദീനാറുണ്ട്, അത് എന്റെ ഉമ്മ തന്നതാണ്. കൊള്ളത്തലവൻ ചോദിക്കുന്നു, എന്താണ് നീ വാസ്തവം പറയാൻ കാരണം? ഈ കൊള്ളക്കാരുടെ നേതാവ് അവിടത്തെ പരിശോധിക്കുന്നു. പരിശോധിച്ചപ്പോൾ അവര് എത്തിച്ചു ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണ് എന്നവർ ഇത് കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഇതിവിടെ വെച്ചുകൊണ്ട് ഞങ്ങളോട് എന്തിന് നേരി പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, എന്റെ ഉമ്മ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, ഒരു വിധത്തിലും തന്നെ നീ കളവ് പറയാൻ പാടില്ല എന്ന്. കൊള്ളക്കാരുടെ നേതാവ് ആലോചിക്കുന്നു, ഉമ്മായുടെ നിർദ്ദേശം അനുസരിച്ച ഒരു കുട്ടി, ഒരു പിഞ്ചുകുട്ടി എന്നോട് എന്റെ റബ്ബ് കൊള്ള ചെയ്യരുത്, കളവ് പറയരുത്, കക്കരുത്, കളവ് പറയരുത്, അങ്ങനെ തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങൾ എന്റെ റബ്ബ് തന്നു. അങ്ങനെ കട്ടാലോ എന്താണതിന്റെ പ്രതിവിധി എന്നറിയുമോ? ഒരു മനുഷ്യൻ കക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതിവിധി എന്ത്? അതുപോലെ തന്നെ അന്യരെ കൊള്ള ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പ്രതിവിധി എന്ത്? നാം ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു പോവുകയാണ്. നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചില്ലേ, സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ദീനിന്റെ ഒരു വിധി എന്നുള്ള നിലയിൽ ആരെങ്കിലും അതിൽ പെട്ടു എന്നുള്ള നിലയിലല്ല, പെട്ടുപോയാൽ അതിന്റെ ഉത്തരവാദിത്തം നാം എല്ലാവരും വഹിക്കേണ്ടി വരും എന്നുള്ള നിലയിൽ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചില്ലേ. അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അന്യായമായി തട്ടിപ്പറിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അറിയാതെ ഞാൻ വാങ്ങുന്നു, നിങ്ങൾ അറിയാതെ ഞാൻ കട്ടുപോകുന്നു, അതിന്റെ വിധി എന്താണെന്നറിയുമോ? എനിക്കൊരു കാലത്ത് മരിക്കണം. മരിക്കുമ്പോഴെങ്കിലും നല്ല തോപയോടുകൂടെ മരിക്കണ്ടേ, നല്ല ഒരു ദീനിയായി മരിക്കണം.
ചെയ്യണ്ടേ, തൗബ ചെയ്യണ്ടേ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, തൗബയോടുകൂടെ മാത്രമേ നിങ്ങൾ മരിക്കാൻ പാടുള്ളൂ. നല്ല തൗബയോടുകൂടെ പശ്ചാത്തപിച്ചുകൊണ്ട് മുഅ്മിനായി മുസ്ലിമായിട്ട് മാത്രമേ മരിക്കാൻ പാടുള്ളൂ. ഈ തൗബ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ഹജ്ജിന് പോകുമ്പോൾ സാധാരണയിൽ പതിവുണ്ട്, പൊരുത്തപ്പെടണമെന്ന് നാക്കിന്റെ കൊടിയിൽ നിന്നെടുത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഗീബത്ത് പറഞ്ഞ ഞാൻ ഒരൊറ്റ വാക്കിൽ ഒതുക്കി പറയും, എന്നോട് പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ, എനക്കെല്ലാം പൊരുത്തപ്പെട്ടു തരണേ. ഇപ്പുറം വന്നിട്ട് പറയും, ഓ പൊരുത്തപ്പെട്ടിട്ട് എനക്കെന്താക്കണം, ഞാൻ ഏതായാലും പോകുന്നതന്നെ അല്ലേ, ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചത് തന്നെ. ഓൻ പൊരുത്തപ്പെട്ടോ ഇല്ലയോ അതൊന്നും എനക്കറിയണ്ട, ഞാൻ അതിനെ പറഞ്ഞിന്, പൊരുത്തപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് തടിസലാമത്താക്കും. അതേ സ്ഥാനത്ത് ഈ പൊരുത്തപ്പെടണം എന്ന് പറയുമ്പോൾ അഥവാ അതിന്റെ അർത്ഥം നാം എന്ത് ചെയ്യുന്നു? പരിപൂർണമായ ഒരു ഭാഷാതപത്തിന് ഒരുങ്ങിയതാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ദിക്ർ ചെല്ലാൻ വേണ്ടി വന്നതാണ്. റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടി വന്നതാണ്. കഅബയിലേക്ക് അങ്ങ് പോവുകയാണ്. റബ്ബിനോട് പരിപൂർണമായി പശ്ചാത്തപിച്ചുകൊണ്ട് കഅബയിലേക്ക് പോവുകയാണ്. അല്ല, നാം മരിക്കാൻ ഒരുങ്ങുകയാണ്. ആ സന്ദർഭത്തിലാണ് എനിക്കോ നിങ്ങൾക്കോ ഓർമ്മയുണ്ട് എങ്കിൽ ഞാൻ ഇന്നാലിന്നവന്റെ കയ്യിൽ നിന്നും അവൻ അറിയാതെ എത്രയോ ചില്ലറ പൈസ വാങ്ങിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, അപഹരിച്ചിട്ടുണ്ട്, കൊള്ള ചെയ്തിട്ടുണ്ട്, കളവ് നടത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മ വന്നാൽ റബ്ബിനോട് 1000 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് നിന്റെ പശ്ചാത്താപം അല്ലാഹുവിനോട് നീ പറയുന്നത് സത്യമാണോ എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ അപഹരിച്ച, ഞാൻ കൊള്ള ചെയ്ത, ഞാൻ കെട്ടെടുത്ത അതിനെ പരിപൂർണമായി നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുന്നത് വരെ എന്റെ തൗബ സ്വീകാര്യമല്ല. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അത്രയുള്ള ഒരു ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചത് നാം എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഈ കാര്യം അങ്ങ് തുറന്നു പറഞ്ഞപ്പോൾ കൊള്ളത്തലവൻ ചിന്തിക്കുന്നു, എത്ര കാലമായി ഞാൻ കൊള്ള നടത്തുന്നു, എന്റെ അനുയായികൾ കൊള്ള നടത്തുന്നു, ഒരുപാട് കൊള്ളകൾ നമ്മൾ ചെയ്തിട്ടില്ലേ? ഈ കൊള്ളത്തലവൻ പറയുകയാണ്, അനുയായികളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നു, അല്ല സുഹൃത്തുക്കളെ, എന്റെ അനുയായികളെ, ഇന്നാലിന്നവന് കൊള്ള ചെയ്യണം, ഇന്നാലിന്നത് കക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്തുവെങ്കിൽ ഞാനിതാ ഈ കുട്ടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഫതാബു ജമീഅ, അവരെല്ലാവരും പശ്ചാത്തപിച്ചു പോയി. ഉമ്മ നേര് പറയണം, കളവിനി ഒരിക്കലും പറയരുത് എന്നൊന്ന് പഠിപ്പിച്ചതിന്റെ കാരണം ആ കുട്ടി അത് പറഞ്ഞപ്പോൾ ഒന്നരായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി, ആ കുട്ടി വളരെ സത്യം പറഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ചരിത്രത്തിൽ കാണാം 12ഓളം ആളുകൾ, അവർ തലവനും 12ഓളം ആളുകളും ആ ഒരൊറ്റ സംഭവം കൊണ്ട് അന്ന് മുതൽ തന്നെ കൊണ്ടു നിർത്തുകയും എന്നിട്ട് ദീനിലേക്ക് വരികയും അവർ ദീനിന്റെ പ്രബോധകരാകുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ പറയുന്നു. ഔലിയാക്കളുടെ കാര്യങ്ങളിലേക്ക് കടന്നാൽ നീണ്ടു പറയേണ്ടി വരും, അങ്ങോട്ട് ഞാൻ കടക്കുകയല്ല. ഇവിടെ പറഞ്ഞു വന്നത് നമുക്കെല്ലാവർക്കും മരിക്കണം. മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ എല്ലാവരുടെയും റൂഹ് പിടിക്കുന്നത് അസ്റായീൽ അലൈഹിസ്സലാം. പടച്ചവനെ, ഞങ്ങളുടെ അവസ്ഥ അത് എന്താണെന്ന് പറയാൻ സാധ്യമല്ല. ഞാൻ ഇവിടെ നിന്ന് വാങ്ങി പറഞ്ഞത് കൊണ്ടോ നിങ്ങൾ കേട്ടത് കൊണ്ടോ ഒന്നും തന്നെ എന്റെയും നിങ്ങളുടെയും അവസ്ഥ അത് പറയാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട അശ്ശേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ പറയുന്നു, റബ്ബേ
എന്റെ റൂഹിനെ പിടിക്കാൻ നീ അസ്രായിലിനെ ഏൽപ്പിക്കല്ല റബ്ബേ. റബ്ബിന്റെ ഓർഡർ പിന്നീട് വരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം ഒരു സന്ദർഭത്തിൽ അവിടത്തേക്ക് എല്ലാവരും വരുന്നു. നമുക്ക് മുഹയ്യിദ്ദീൻ അറിയാം, നമുക്ക് മുഹയ്യിദ്ദീൻ മൗലിദ് അറിയാം, അതെല്ലാം ഉൾക്കൊള്ളുന്നവരാണ് നാം എല്ലാവരും. അതിൽ തന്നെ പറയുന്നതല്ലേ റസൂലുള്ളാഹിന്റെ റൂഹും അവിടെ ഹാജറാകുന്നു, അതുപോലെ മലായികത്തന്മാരും അവിടെ ഹാജറാകുന്നു, അതുപോലെ ജിന്നുകളും ഹാജറാകുന്നു. എല്ലാവർക്കും വൈപ്പെട്ടിക്കൊടുത്ത, എല്ലാവരും ആദരിക്കുന്ന ഒരു ഔലിയാക്കളുടെ നേതാവ് ഖുത്ബുൽ അഖ്താബ് എന്ന് പറയുന്നത് തന്നെ വലിയ മർത്തബയാണ്. ആ മർത്തബയെ സംബന്ധിച്ച് ഞാൻ പറയുകയല്ല. ആ മർത്തബയിൽ നാല് വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവറുകൾ. അവര് പറയുന്നു, അസ്രായീലിനെ എന്റെ റൂഹ് പിടിക്കാൻ നീ ഏൽപ്പിക്കല്ല റബ്ബേ. ഇത് പറഞ്ഞപ്പോൾ ഒരു ദിവസം അസ്രായീൽ ഹാജരാകുന്നു. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബിന്റെ അടുക്കൽ അസ്രായീൽ അലൈഹിസ്സലാം ഹാജരാകുന്നു. അവിടുന്ന് ചോദിക്കുന്നു, അല്ല സലാം ചൊല്ലി ഔലിയാക്കളുടെ നേതാവായ അബ്ദുൽ ഖാദിർ തങ്ങളവറുകളെ, ഞാൻ അസ്രായീലാണ്, അങ്ങെന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ മുസാഫഹത്ത് ചെയ്തുകൊണ്ട് പറയുന്നു, ഞാൻ വന്നത് അങ്ങയോടൊരു സംശയം ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, അങ്ങയുടെ റൂഹ് പിടിക്കാനല്ല. അന്ന് അല്ലാഹുവിനോട് എന്തിനാണ് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ രാവനാദി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പറയുന്നു, അങ്ങ് വളരെ കഠോരമായാണ് റൂഹിനെ പിടിക്കാറ്. അങ്ങ് റൂഹിനെ പിടിക്കുമ്പോൾ അതാർക്കും തന്നെ സഹിക്കാൻ സാധ്യമല്ല. അതിന്റെ വേദന വലിൽ മൗതി സക്കറാത്ത്, ആ മൗത്തിന്റെ സമയത്ത് അങ്ങേയറ്റത്തെ വേദനയുണ്ട്. സാധുക്കളായ എനിക്കും നിങ്ങൾക്കും മരിക്കാനുള്ളതാണ്. നമുക്കാർക്കും തന്നെ ഒരു വിധത്തിലും ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. മുഅ്മിനേ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ മരണസമയത്ത് നീ അതിനെ വളരെ ലളിതമായ നിലയിൽ ഞങ്ങളുടെ റൂഹിനെ പോയിത്തരണേ റഹ്മാനേ. അസ്രായീൽ അലൈഹിസ്സലാമിനോട് ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പറയുന്നു, അങ്ങ് റൂഹിനെ പിടിക്കുമ്പോൾ അത് സഹിക്കാൻ സാധ്യമല്ല. എന്നല്ലാതെ നിങ്ങളോട് വിരോധം കൊണ്ടല്ല. എന്റെ റൂഹിനെ പിടിക്കുമ്പോൾ അങ്ങേക്കത് പരിചയമില്ല. വളരെ ലളിതമായ നിലയിൽ റൂഹിനെ പിടിക്കുക എന്നുള്ളത് അങ്ങേക്ക് പരിചയമില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ റബ്ബിനോട് അവനാദി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, റഹീമായ റബ്ബ്, റഹ്മാനായ റബ്ബ്, ലത്തീഫായ റബ്ബ്, വദൂദായ റബ്ബ്, അല്ലാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ, അല്ലാഹുവിന്റെ ഏതെല്ലാം ആജ്ഞകളുണ്ടോ അതനുസരിച്ചല്ലാതെ ഒരാളുടെ റൂഹും ഞാൻ പിടിച്ചിട്ടില്ല, ഇനി പിടിക്കുകയുമില്ല. അല്ലാഹു ലത്ഫോടുകൂടെ പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ മഹത്തവമായ നിലയിൽ പിടിക്കുന്നു. അല്ല കഠോരമായി പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് കഠോരമായി പിടിക്കുന്നു. റബ്ബിന്റെ ഓർഡർ അനുസരിച്ചല്ലാതെ ഒരു റൂഹും തന്നെ ഞാൻ പിടിച്ചിട്ടില്ല ശൈഖേ, ഒരു റൂഹും തന്നെ ഞാൻ പിടിക്കുകയില്ല അബ്ദുൽ ഖാദിറേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ലളിതമായി പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നതാണോ? അല്ല, ഞാൻ അങ്ങയോട് മുസാഫഹത്ത് ചെയ്ത് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഈ അവലാദിയുടെ കാരണം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നതെല്ലാം എന്ന് അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു. ഞാൻ ഇവിടെ ഇത് പറഞ്ഞത് എന്തിനെന്നറിയുമോ?
സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും മരിക്കണം. ഈ മരണത്തെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മ വേണം. മരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അതിനെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മ വേണം. ഈ ഓർമ്മ ഉണ്ടാകണമെങ്കിൽ ഞാനും നിങ്ങളും സാധിക്കണല്ലേ, പാവികളല്ലേ, ദോഷികളല്ലേ. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കളവ് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ കളവ് പറയാതെ സത്യം പറഞ്ഞു എന്ന് നാക്കിന്റെ കൊടി കൊണ്ട് വാക്ക് പറയാനല്ലാതെ അതനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. കേൾക്കുന്ന നിങ്ങൾ തയ്യാറല്ല. അങ്ങനെ മറ്റുള്ള ഏത് കാര്യങ്ങൾ പറയുമ്പോഴും അതനുസരിക്കാൻ നമുക്കാർക്കും തന്നെ ഒരവസരമില്ല. അങ്ങനെയുള്ള എനിക്കും നിങ്ങൾക്കും മരിക്കണം. മരിച്ച ആഖിറത്തിലെത്തണം. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കണം. നമുക്കാരാണ് രക്ഷയുള്ളത്? ഏത് ഇബാദത്ത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധിക്കുക? ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടുന്ന വിഷയമല്ലേ? ഏതെങ്കിലും ഒരു ഇബാദത്ത് റബ്ബിന് വേണ്ടി ആത്മാർത്ഥമായി നിയ്യത്ത് നന്നാക്കി ചെയ്ത ഏതെങ്കിലും ഒരു ഇബാദത്ത് എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ചിന്തിക്കുക. നമുക്ക് രക്ഷയായി ഉള്ളത് ഒരൊറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെപ്പോലെയുള്ള ഔലിയാക്കളെയും അങ്ങനെ വന്ന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയരെയും ഈ ജില്ലയുടെ പല ഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളെയും അങ്ങനെ തുടങ്ങി അവരുടെ എല്ലാവരുടെയും നേതാവ് അല്ലാം ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച ഔലിയാക്കൾ, തങ്ങളെ മഹബ്ബത്ത് വെച്ച പണ്ഡിതന്മാർ, തങ്ങളെ മഹബ്ബത്ത് വെച്ച പ്രായമുള്ളവർ, തങ്ങളോട് അത്ര കുടുംബമുള്ള അവിടുത്തെ അഹ്ലു ബൈത്ത്, അവരോട് നമുക്ക് മനസ്സിൽ സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. അവിടെ നിർദ്ദേശിച്ച നിക്കറിന്റെ സദസ്സ്, അവിടെ നിർദ്ദേശിച്ച പള്ളി, അവിടെ നിർദ്ദേശിച്ച മഖാമ്, അവിടെ നിർദ്ദേശിച്ച ഇൽമിന്റെ സദസ്സ്, അതിനോട് നമുക്ക് കരിഞ്ഞങ്ങേയറ്റമുള്ള ആദരവുണ്ട്. ആദരവ് കൊണ്ടെങ്കിലും നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം. അഷ്റഫുൽ ഖൽഖിനെ പിടിക്കുകയല്ലാതെ യാതൊരു നിർവാഹവുമില്ല. റഹ്മാനേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നിങ്ങൾ അവിടുത്തെ സമുദായത്തിൽപ്പെട്ടു, അവിടുത്തെ ഉമ്മത്തികളിൽപ്പെട്ടു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമാണ്. ആ നേതാവ് ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നേതാവാണ്. ആ നേതാവിനോട് അതേ വിധത്തിൽ അങ്ങോട്ട് സ്നേഹം അത് ഞങ്ങൾക്ക് വരുന്നില്ല. അവർ ഇങ്ങോട്ട് വളരെയേറെ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. പോരാ, ഒരു നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ ചെയ്ത്, ഒരുപാട് പോരായ്മകൾ ചെയ്ത്, ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് അവിടെ എത്തുമ്പോൾ നാളെ അവിടെ നിന്ന് ശഫാഅത്ത് ചെയ്താലല്ലാതെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും അവിടെ ആരും തന്നെ ഞങ്ങൾക്ക് തുണയില്ലാത്ത ഒരു സമയത്ത് അവിടെ നിന്ന് മാത്രപാടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ വീടുകൊണ്ട് റബ്ബേ ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ സമുദായം, എന്റെ സമുദായം, അവിടെ നിന്ന് എന്നെ അനുസരിക്കുന്നവർ, എന്നെ ആദരിക്കുന്നവർ, എന്നെ ബഹുമാനിക്കുന്നവർ, അവരെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് സുജൂദിൽ തന്നെ വീട് തല ഉയർത്താതെ കിടക്കുമ്പോൾ റബ്ബുൽ ഇസ്സത്തിന്റെ ഓർഡർ വന്നുപോയി, അങ്ങ് തല ഉയർത്തുക, നിങ്ങളുടെ സമുദായത്തെ ഞാൻ രക്ഷപ്പെടുത്തി തരാം എന്ന് പറയുന്ന ആ ശഫാഅത്തുൽ മുഹമ്മദ് സാദിഖ്കളായ ഞങ്ങളെയും ഞങ്ങളെ സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവരെയും നീ പഠിച്ചിത്തരുടെ റഹ്മാനെ. അവരെല്ലാവരും ഞങ്ങൾക്ക് തുണയില്ല. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ
من الأهوال مقتحم مولاي من دائما أبدا على حبيبك خير الخلق كلهم അവരാണ് ഞങ്ങൾക്ക് തുണയുള്ളത് ആഖിറത്തിൽ മാത്രമല്ല ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി ജബ്ബാരിലതാൻ ഒരുപാട് ആളുകൾ എണ്ണമില്ല എത്രയാണെന്ന് പറയാൻ സാധ്യമല്ല ജപ്പാനിലാണ് ഇന്ന് എങ്കിൽ നാളെ എവിടെയാണെന്ന് അറിയുകയില്ല ഒരുപാട് സ്ഥലങ്ങളിൽ തായ്വാനിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും അതിന്റെ ശാഖകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നാം വിചാരിക്കും നാം ഏതായാലും വലിയ കുന്നിലല്ലേ മൊട്ടയിലല്ലേ ഉള്ളത് നമുക്ക് സുനാമി ഇല്ല അല്ലേ നമ്മൾ രക്ഷപ്പെട്ടു പോയി വലിയ കുന്നിലാണ് നമ്മളുള്ളത് കൊടകിലുള്ളവർ നമുക്ക് സുനാമി വരികയില്ല അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഭൂകമ്പങ്ങൾ വരികയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുവെങ്കിൽ റബ്ബിന്റെ റഹ്മത്ത് റബ്ബിന്റെ അദാബ് അത് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ സാധ്യമല്ല നമുക്ക് സമാധാനം വേണോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടെ നിന്നോട്ടുള്ള അമ്പിയാക്കൾ ഔലിയാക്കൾ സാദാത്തുക്കൾ സൂഫിയാക്കൾ അവരെ മുൻനിർത്തിക്കൊണ്ട് റഹ്മാനേ ഏതെങ്കിലും അദാബുകൾ ഞങ്ങളിലേക്ക് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണമെന്ന് ദുആ ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ല നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ ഇതിനു വേണ്ടി മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ ഏതെല്ലാം വിഷമങ്ങളുണ്ടോ ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും അവർ തന്നെയാണ് നമുക്ക് ശഫീഅ് അവിടെ നിന്നല്ലാതെ ആരുമില്ല ആ നബിയോടുള്ള സ്നേഹം അത് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റബ്ബനേ സമയം നീണ്ടുപോയി നമുക്ക്